ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വചനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് പാല് മതിയോ അതോ കട്ടിയുള്ള ഭക്ഷണം വേണ്ടേ? ഈ ഒരു ചോദ്യം വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈ അർത്ഥം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് വേണമെങ്കിൽ നൊവേന പ്രയർ തുടങ്ങി ആത്മീയ നിർവൃതിയിലുള്ള പ്രാർത്ഥന വരെ കത്തോലിക്ക സഭയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നൊവേനയിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടക്കരുത്. അവിടുന്ന് ഉയർന്ന് ഉയർന്ന് ദിവ്യാനുഭൂതിയിൽ പ്രാർത്ഥിക്കാവുന്ന ഒരു അവസ്ഥ വരെ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് നാം മറക്കരുത്. ഒരു സ്ത്രീയുടെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം അവർ തന്നെ അഭിമാനത്തോടെ പറഞ്ഞാണ്. ഒരു കാലത്ത് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കരുണക്കൊന്തയില്ല, മറ്റേ കൊന്തയേക്കാൾ കുറച്ചുകൂടെ ഷോർട്ടാണല്ലോ കരുണക്കൊന്ത. പിന്നെ അവർക്ക് 3 നൊവേനകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മാതാവിൻ്റെ നൊവേന, അന്തോണീസ് പുണ്യാളുടെ നൊവേന, അതുപോലെ തന്നെ യൂദാ തദ്ദേവുസിൻ്റെ നൊവേന. ഇതിലൂടെയെല്ലാം കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്നു കിട്ടുമെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് ഇതായിരുന്നു അവരുടെ ആധ്യാത്മിക പരിപോഷണത്തിന് അവർ സ്വീകരിച്ചിരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്ന് അതുപോലെയല്ല. ഇന്ന് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കും, എല്ലാ ദിവസവും മുഴുവൻ കൊന്ത അത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കൂടെ കൂടെ ഉപവാസം, അതുപോലെ സൽപ്രവർത്തികൾ, ഇതെല്ലാമായിട്ട് മനോഹരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി. ഓക്കെ, നൊവേനയിൽ നിന്ന് വളർന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത് ചെയ്യാതെ ഈ നൊവേനയിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്നെങ്കിൽ അത് പരിതാപകരം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കത്തോലിക്ക സഭയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭ പറയുന്നത് നൊവേന പ്രാർത്ഥനകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓറിയന്റ് ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ്. നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് വിശുദ്ധ ബലി നന്നായിട്ട് അർപ്പിക്കുന്നതിലേക്ക്. ആ ബലിയിലൂടെ കിട്ടുന്ന ആധ്യാത്മികതയിൽ നാം വളരണം എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. ഒന്നാമത്തേത്, നമ്മുടെ വളർച്ച ദൈവം അഭിലഷിക്കുന്ന ഒരു കാര്യമാണെന്ന് ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം അഭിലഷിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വളർച്ച, ആധ്യാത്മിക വളർച്ച. ഇതാണ് നമുക്ക് എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളെ വീഴിക്കാൻ മനുഷ്യർ കൗശലം പ്രയോഗിക്കും. വീണു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ കടന്ന് നിങ്ങൾ ആധ്യാത്മികതയുടെ ഉയരങ്ങളിലേക്ക് പോകണം. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ആത്മീയ വളർച്ച 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരണം. ഈ വളർച്ച ഇല്ലാതെ പോയാൽ മനുഷ്യരുടെ കൗശലത്തിൽ നമ്മൾ വീണു പോകും എന്നുള്ളത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം ആദ്യവചനങ്ങൾ പറയുന്നത്, ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാം. മത്തായി 5-ന്റെ 43 മുതൽ വായിക്കുമ്പോൾ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? ചുക്കക്കാരും ഭാവികളും ചെയ്യുന്ന നീ ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ വളരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശത്രുക്കളെ പോലും സ്നേഹിക്കണം, നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതാണ് ആത്മീയ വളർച്ചയുടെ ഒരു സൂചന എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. 1 കൊരിന്തോസ് 3-ാം അധ്യായത്തിലാണ് പൗലോസ്ലീഹ ഈ പാല് കുടിച്ചാൽ മതിയോ, അവസാനം വരെ ഈ പാല് മതി എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പോയാൽ മതിയോ എന്ന് ചോദിക്കുന്ന കാണാൻ പറ്റും. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതിൻ്റെ തലക്കെട്ട് തന്നെ നമുക്കറിയാം, പക്വത പ്രാപിക്കാത്തവർ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികതയിൽ പക്വത പ്രാപിക്കാൻ പറ്റണം. പ്രാപിക്കാത്തവരുടെ ചില സൂചനകൾ അവിടെ കാണാൻ പറ്റും. 2-ാമത്തെ വചനത്തിലാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പാല് മതി, ഗുരുവായ ഭക്ഷണം നിങ്ങളെ കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് വേണ്ട, അതെടുക്കാൻ മാത്രം ഒരു പ്രാപ്തി നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പൗലോസ്ലീഹ അവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം പറഞ്ഞത്, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യരാണ്, സാധാരണക്കാരാണ്. അപ്പം അവരുടെ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് ഗുരുവായ ഭക്ഷണം നിങ്ങളെ കഴിപ്പിക്കാൻ എനിക്ക് പറ്റാതെ പോകുന്നത്. ഇന്ന് ചില വ്യക്തികളുടെ മനോഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയണം, എനിക്ക് അങ്ങനെ വലിയ സൂപ്പർ കരിസ്മാറ്റിക് ഒന്നും ആണ്, ഇതൊക്കെ മതി,
മിനിമം പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും സഹായം കിട്ടും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. 2 കൊറിന്തോസ് 9:6 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്പം വിതയ്ക്കുന്നവർക്ക് അല്പം മാത്രമേ കൊയ്യാൻ പറ്റൂ. ധാരാളം കൊയ്യാൻ താല്പര്യപ്പെടുന്നവർ ധാരാളം വിതയ്ക്കണം എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 1:10 വായിച്ചാലോ? നമ്മുടെയൊക്കെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുക. ഒരല്പം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ചുള്ള ജ്ഞാനമേ ഉണ്ടാവും. അതനുസരിച്ചുള്ള വെളിപ്പെടുത്തലേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, വളരാൻ ആഗ്രഹിച്ച പോരാ, വളരാൻ ആഗ്രഹിക്കുന്നവര് സഹനമെടുക്കാൻ തയ്യാറാകണം. വിശുദ്ധ ജിയാന ബെരേട്ട അവർ സൂചിപ്പിച്ചൊരു കാര്യം, സൂര്യനും പ്രകാശവും പോലെ അത്രയും കണക്ഷനുള്ളതാണ്, ഒട്ടി നിൽക്കുന്നതാണ് സ്നേഹവും സഹനവും. സ്നേഹമുള്ളവർ സഹിക്കാൻ തയ്യാറാകും, സഹിക്കാൻ സന്നദ്ധരാകുന്നവർ സ്നേഹത്തിൽ വളരും. അതാണ് അതിൻ്റെ സൂചന. 2 തീമോത്തി 3:12 വായിച്ചാൽ, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. ആ ഒരു സഹനം നമ്മൾ പ്രതീക്ഷിച്ച് വേണം ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ, ആത്മീയ വളർച്ചയ്ക്ക് പരിശ്രമിക്കാൻ. മർക്കോസ് 10:38 വചനത്തിൽ കാണുന്നുണ്ട്, സബദീപുത്രന്മാരോട് കർത്താവ് തന്നെ ചോദിച്ചൊരു കാര്യം, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെന്ന് അവർ പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും എന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, പ്രാർത്ഥനയിൽ നമുക്ക് വളരാൻ പറ്റും. സഭ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് നൊവേന പ്രാർത്ഥനയിൽ നിന്ന് ദിവ്യാനുഭൂതിയിലുള്ള ആ പ്രാർത്ഥനയിലേക്ക് പോലും നമുക്ക് നടന്നെടുക്കാൻ പറ്റും. കാണാൻ സാധിക്കും. വേണമെങ്കിൽ വാചിക പ്രാർത്ഥന ഏറ്റവും ലോ ലെവലിലുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 1 തീമോത്തി 2 അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ, എല്ലാവർക്കും വേണ്ടി നാം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത്തേതാണ് എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നുള്ള പ്രാർത്ഥന. 1 കൊറിന്തോസ് 14:14 വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ് ധ്യാനം. ധ്യാനത്തിന് വാക്കുകളുടെ ആവശ്യമില്ല, മനസ്സാണ് അവിടെ പ്രവർത്തിക്കുക. അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന പ്രാർത്ഥനയാണ് ദിവ്യാനുഭൂതി, കോണ്ടംപ്ലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദിവ്യാനുഭൂതി, പ്രേയിങ് ഇൻ ട്രാൻസ്. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 10 അധ്യായവും 22 അധ്യായം എടുക്കുമ്പോൾ പത്രോസിനും പൗലോസിനുമൊക്കെ ദിവ്യാനുഭൂതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റി. നമുക്ക് ഈ ഒരു ബോധ്യത്തോടു കൂടി പ്രാർത്ഥനയിൽ വളരണം എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.